ഉപ്പിടുന്നു. തേങ്ങ പോരട്ടെ മുളച്ചേരിട്ട് ഒരു മുറി വേണം ഇതിരിക്കുക. പുട്ടിനും വേണം ഒരു മുറി പുട്ടിട്ടുണ്ട്. കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറുകി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കാം. കൈ കൊള്ളണ്ട. അതിങ്ങനെ 3 ഞാര് പോലെ വരുമ്പോൾ ഇത് ടൈറ്റായി ഇതിൽ കൂടെ തേങ്ങ കുഞ്ഞോള് കണ്ടത് 3 ഇതാകുമ്പോൾ കുഞ്ഞോളമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. ചിലപ്പോൾ അമ്മ അരിഞ്ഞിടുമായിരിക്കുമല്ലോ. ഇതുപോലെ നമ്മൾ ഇത് പാകമായി എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ ഇതായിപ്പം പാകമായി. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ തേങ്ങ ചെരിയതങ്ങ് ഇടാം. അപ്പോൾ സിമ്മ് ഇതാക്കുക. കുറച്ച് തേങ്ങ ചെരിയത് ഇടാം. ഇട്ടിട്ട് ലേശം ഏലക്കാപ്പൊടി കൂടി ഇട്ടതിൽ കൂടെ ഇത് മുഴുവനിട്ടുണ്ട്. ഇട്ടാണ് ഒരു മുറി തേങ്ങ ചെരുകിതിലിടാം. ഇത് ടൈറ്റായിട്ട് ഇരിക്കണത്. എന്നാലും നമ്മൾ കോഴിക്കട്ട അകത്തത് വെക്കുമ്പോഴും ടൈറ്റായിരിക്കണം. പുറത്തേക്ക് ഇങ്ങനെ തേങ്ങ ചെരിയിട്ടുണ്ട്. ഇത് ഇത്തിരി ഏലക്കായ പൊടിച്ചാണ്. ഏലക്കായ നന്നായി പൊടിയാൻ വേണ്ടി ലേശം പഞ്ചസാരിട്ട് നേരത്തെ പൊടിച്ച് ഞാൻ വെച്ചിരുന്നതാണ്. കുറച്ച് തേങ്ങയും കൂടി ഇതിലിടാം. ഇത്തിരി ടൈറ്റ് വേണം. ടൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉണ്ടൽ ശരിക്കും ഇങ്ങനെ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പുറത്തേക്ക് ശർക്കര നീര് പോന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അല്ലല്ല ഇത് നന്നായി കുഴയ്ക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ ലേശം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായി കുഴയ്ക്കുക. നമ്മൾ മിക്സാക്കുക. ഇത്തിരി മിളക്കാണെങ്കിൽ ഇത്തിരി പാല് പിഴിയുമ്പോഴത്തേക്കും വെച്ചിട്ട് ബാക്കി വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും അതേപോലെ ചെയ്യണമെന്നില്ല. എനിക്ക് ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചൂട്ടോടെ കൈ ഒഴിച്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടിട്ട വലിയ ഉണ്ടാണെങ്കിൽ ഇട്ട ഇങ്ങനെ ഇട്ട് ഇന്നോളെ ഉണ്ടിട്ട് അകത്ത് നിറച്ചോട്ടെ. അപ്പോഴേക്കും ഉണ്ടാക്കിയാലും മതിയല്ല. പൊടി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പോട്ടെ നമ്മൾ